തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിനും നിൻ ജീവനെൻ പേർക്കാൻ തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിനും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ യേശു പറഞ്ഞു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കോളും. സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ യേശു കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോസ്തലന്മാർക്ക് ഗലീലയിൽ വെച്ച് യേശു പ്രത്യക്ഷനാകുമ്പോൾ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷനായി അവരോട് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. മുഴുവൻ ജാതികളെയും. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താ യോഹന്നാൻ 3:16 പറയുകയാണ്. ബൈബിളിലെ താക്കോൽ വാക്യം, പ്രധാനപ്പെട്ട വാക്യം അതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴു ലോകത്തെയും സ്നേഹിച്ചു. മുഴു ലോകത്തെയും യേശു ക്രിസ്തുവിനെ അയച്ചതിലൂടെ പിതാവ് മുഴു ലോകത്തെയും സ്നേഹിച്ചു. മുഴു ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവാം ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ പറയാണ്, ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനൊരു ഭാഗം പറയുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ യേശു ക്രിസ്തു അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവൻ്റെ മുമ്പിൽ മടങ്ങും. അതിൻ്റെ അർത്ഥം എന്താ? ആ സ്വർലോകരുടെയും ഭൂലോകത്തിലെയും അധോലോകത്തിലും ഒക്കെ അവരുടെ മുഴങ്കാൽ മടങ്ങുമ്പോൾ ഇവിടെ അധികാരം യേശുവിന് ലഭിച്ചു എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തോടുകൂടെ യേശു ക്രിസ്തുവിന് സകല അധികാരവും നൽകിയിരിക്കുന്നു. ന്യായവിധി നടത്താൻ ഇനിയും ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കേണ്ടി വരുന്നത്? യേശുവിൻ്റെ മുമ്പിലാണ് നിൽക്കേണ്ടി വരുന്നത്. സകല അധികാരം യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ അധികാരത്തോടെ ശുശ്രൂഷിച്ചു. പ്രകൃതിയുടെ മേൽ അധികാരം ഉപയോഗിച്ചു. അത് നമുക്ക് സുവിശേഷ ഭാഗങ്ങൾ കാണുന്നു. കാനാവിലെ കല്യാണത്തിൽ വെച്ച് വെള്ളത്തെ വീഞ്ഞാക്കുന്നു.
മീൻപിടുത്തത്തിൻ്റെ കാര്യം കാണുമ്പോൾ കൊടുങ്കാറ്റിനെ ശിഷ്യന്മാരുടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റിനെയും കടലിനെയും യേശു ക്രിസ്തു ശാസിക്കുന്നതിലൂടെ, അപ്പത്തെ പല മടങ്ങായി വർദ്ധിപ്പിക്കുന്നതിലൂടെ, വെള്ളത്തിനു മീതെ യേശു ക്രിസ്തു നടക്കുന്നതിലൂടെ, മീനിൽ നിന്ന് ബ്രഹ്മപണം എടുക്കുന്നതിലൂടെ, അത്തിവൃക്ഷത്തെ ശപിക്കുമ്പോൾ അത് ഉണങ്ങിപ്പോകുന്നു, മീൻപിടുത്തം വീണ്ടും കർത്താവ് മീൻ പിടിക്കുന്നത് കാണി. ഇതൊക്കെ പ്രകൃതിയുടെ മേൽ കർത്താവിനുള്ള അധികാരത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ദുരാത്മാക്കളുടെ മേലും സാത്താൻ്റെ മേലും അധികാരം ഉപയോഗിച്ചു. അതെങ്ങനെ കാണാം? ബൈബിളിൽ കാണുകയാണ്. അശുദ്ധാത്മാവ് ബാധിച്ചവനെ പള്ളി വെച്ച് യേശു സൗഖ്യമാക്കുന്നു, ഭൂതഗ്രസ്തനായ ഊമനെ സൗഖ്യമാക്കുന്നു, കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ, ഭൂതോദ്രവം ബാധിച്ച ബാലികയെ, ചന്ദ്രരോഗിയായ കുട്ടിയെ, കൂനിയായ സ്ത്രീയെ, ഇവരെയൊക്കെ യേശു സൗഖ്യമാക്കുമ്പോൾ ഭൂതാത്മാക്കളുടെ മേലും സാത്താൻ്റെ മേലും തൻ്റെ അധികാരത്തെ വ്യക്തമാക്കുകയാണ്. പിന്നെ മൂന്നാമത് കർത്താവ് ചെയ്ത രോഗത്തിൻ്റെ മേലും ശാരീരിക ബലഹീനതയുടെ മേലും അധികാരം യേശു സ്ഥാപിച്ച് അവിടെ ഈ ഭൂമിയിൽ അത്ഭുതങ്ങളെ ചെയ്തിരുന്നു. അത് ഇവിടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയവരും നിങ്ങൾ അറിയുന്നല്ലോ. അപ്പം പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ നിന്ന്, യേശുവിൻ്റെ കൂടെ നിന്ന് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുകയാണ്. അധികാരം ഉപയോഗിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ജീവിതത്തിൽ വരുമ്പോഴാണ് അധികാരം ഉപയോഗിക്കപ്പെടുന്ന തലത്തിലേക്ക് വരുന്നത്. ഇവിടെ പറയാണ്, രോഗത്തിൻ്റെ മേലും ശാരീരിക ബലഹീനതയുടെ മേലും യേശു അധികാരം ഉപയോഗിച്ചു. പത്രോസിൻ്റെ അമ്മായിമ്മയെ സൗഖ്യമാക്കുന്നു, പനിയായി കിടക്കുമ്പോൾ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു, ശതാധിപനദാസനെ സൗഖ്യമാക്കുന്നു, 38 വർഷം രോഗം പിടിച്ചു കിടന്നവനെ സൗഖ്യമാക്കുന്നു, കുരുടനെ കാണുമാറാക്കുന്നു, പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു, വരണ്ട കൈയുള്ളവനെ യേശു സൗഖ്യമാക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തു രക്തസ്രവം, യേശുവിനെ തൊട്ട സഹോദരിയുടെ ശരീരത്തിൽ രക്തസ്രവം നിന്നു, ബധിരനും മൂകനുമായവനെ, മഹോദരമുള്ളവനെ സൗഖ്യമാക്കുന്നു, മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് പത്രോസ് അറുത്ത് കളയുമ്പോൾ അതെടുത്ത് വീണ്ടും വെച്ച് സൗഖ്യമാക്കുന്നു. അങ്ങനെ രോഗത്തിന് മേലധികാരം. അപ്പോൾ തന്നെ മരണത്തിൻ്റെ മേലധികാരം യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ കാണിച്ചു. വിധവയുടെ മകനെ, യായിറോസിൻ്റെ മകളെ, ലാസറിനെ, അതെല്ലാം യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചതും താൻ തന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതും തനിക്ക് മരണത്തിന് മേലുള്ള അധികാരത്തെ കാണിക്കുന്നു. എന്തായാലും ഒരു കാര്യം നാം മറന്നു പോകരുത്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലി യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ മടങ്ങും. ഒരു അധികാരമുള്ള നാമമാണ്, അത്ഭുത നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ധൈര്യത്തോടെ നാം പ്രാർത്ഥിക്കണം. ഇന്നും അതേ നാമം ഉപയോഗിക്കുമ്പോൾ ഇതേ രോഗബന്ധനങ്ങളെല്ലാം അഴിയാൻ തുടങ്ങും, പിശാചിൻ്റെ പ്രവൃത്തി തകരാൻ തുടങ്ങും. വിശ്വസിച്ചാട്ട് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരും, യേശു കർത്താവ് പറഞ്ഞല്ലോ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടുന്നവരോട് കൂടെ കർത്താവ് ലോകാവസാനത്തോളം എല്ലാം നാളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം കർത്താവ് ആ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ചെല്ലുന്നിടത്ത്, യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നിടത്ത് കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇനിയും ദൈവവചനത്തെ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉള്ള വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാലുള്ള വിടുതലും സൗഖ്യവും ഉണ്ടാവട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. മരണത്തെ ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു, പാതാളം ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു, ജീവനോടുയർത്തവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു, ജീവന്റെ ആധാരമേ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു.